ഏതോ ഒരു ഇതിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ മാമുക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മയങ്ങുന്ന ഒരു ഇതിലേക്ക്. അപ്പോൾ ഞാനിങ്ങനെ അടുത്തുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു കട്ടുറുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ കഴുത്തിലൂടെ ഇങ്ങനെ കയറി പോവുക. അപ്പോൾ ഞാൻ ചേട്ടാ ഇതാ ഒരു കട്ടുറുമ്പ്. പുള്ളി ഉടനെ നോക്കിയിട്ട് ഇതിനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതങ്ങ് തറയിലിട്ടങ്ങ് വിട്ടുകൊടുക്കുക. എന്നിട്ട് അത് പോകുന്ന നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ അതിനത് കൊല്ലാതെ വിട്ടു, അത് ഇനി വരുന്ന ആളെ കടിച്ച് കൊല്ലട്ടതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അല്ല അത് എന്നെ ഉപദ്രവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അന്ന് വലിയ സീരിയസ് ആയിട്ട് നടത്തി. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ ഇദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ളൊരു വലിയ ബന്ധം അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ദർശനമുണ്ട്. അതായത് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു ഇതെല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ ബഷീറിനോട് ഒരിക്കലും ആരോ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് ചോദിച്ചു കുടുംബത്തിൽ ആരൊക്കെയാണ് വീട്ടിൽ കുടുംബാംഗങ്ങൾ ചോദിച്ചപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പേര് പറഞ്ഞതിന് ശേഷം പശുവും വീട്ടിലെ പൂച്ചയും പട്ടിയും പറമ്പിലെ പല്ലിയും പഴുതാരയും പാറ്റയും ഇതെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളാണ്. ആ ഒരു 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 കൺസെപ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും മൗക്കയുടെ ഉള്ളിൽ ഉണ്ട്. അത് ഈ അടുത്ത് ചിന്തിച്ചൊരു കാര്യമാണ്. കാര്യം അന്ന് ഞാൻ കണ്ടൊരു ഇതാണ്. കാര്യം ഒരു സഹജീവിയെപ്പോലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അത്രയും ഒരു നിഷ്കളങ്കമായ വീക്ഷണം. നമ്മൾ പറയും ഇപ്പൊ വള്ളത്തോള് ലോകമേ തറവാട് നിനക്ക് ഈ പുൽകളും പുഴുക്കളും തൻ കുടുംബക്കാർ അത് അതിന്റെ ഒരു കൊളോക്കിയൽ വെർഷനാണ് ഭൂമിയുടെ അവകാശികൾ. അത് സാഹിത്യ വെർഷനാണ്. അത് ബഷീറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലരൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മതിലുകൾ എന്ന് പറയുന്ന സിനിമ അടൂര് സിനിമയാക്കിയപ്പോൾ ശരിക്കും ഒരു ബഷീറിൻ്റെ ഒരു ഇതാണല്ലോ ഈ മതിലുകളിലെ കഥാപാത്രം. ബഷീറുമായിട്ട് ഏറ്റവും അടുത്ത ഒരു സാമ്യം രൂപത്തിലും ഒക്കെ ഉള്ളൊരു സാമ്യമുള്ളൊരു മനുഷ്യനാണ് മാമുക്കോയ. മാമുക്കയെ വെച്ച് ആ സിനിമ മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്യുന്ന അതല്ല, ഒരു താരതമ്യമല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു സിനിമ അന്ന് വന്നിരുന്നെങ്കിൽ അതൊക്കെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിന്തിക്കാവുന്നതാണ്. സാമ്യം എവിടെയൊക്കെയോ ഉണ്ട് ആ കാലത്ത്. പക്ഷെ മാമുക്കോയ്ക്ക് ഇത്തരം ഈ പെരുമഴക്കാലത്തിലൊക്കെ ചെയ്തവരുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല.